വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീം ചിക്കൻ ബണ്ണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വീഡിയോയിൽ പറയുന്നത്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റും നല്ല ക്രീമോട് കൂടിയിട്ടുള്ള ചിക്കൻ ഫില്ലിങ്ങും ആണ് ഇതിൽ കാണിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അടിയിലുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഞാനിവിടെ ഒരു 8 ചിക്കൻ ബണ്ണ് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഈ മുട്ടയിൽ പഞ്ചസാരയും ഈ ഉപ്പും നന്നായിട്ട് മിക്സ് ആകുന്ന വിധത്തിൽ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഞാൻ ആവശ്യത്തിന് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ടീസ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ നമുക്കിതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ആവശ്യത്തിന് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് വളരെ ലൂസായിട്ടല്ല, ഒരു ചപ്പാത്തി കുഴക്കുന്നതിൻ്റെ പരുവത്തിൽ നമുക്ക് ഈ ചപ്പാത്തി മാവിൻ്റെയൊക്കെ പോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ പൊടി ഒരു കവറിൻ്റെ ടോപ്പിൻ്റെ മുകളിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ശേഷം ബൗളിൽ ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ട് ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ വരെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നല്ല ചൂടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് പൊങ്ങി വരും കേട്ടോ, റെഡിയായി വരും. അപ്പോൾ ഞാൻ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ഒരു ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കുന്ന പരുവത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഞാനൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് വരെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ച എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരണം. അപ്പോൾ ഞാൻ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഇതേപോലെ വന്നപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 2 കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് വെജിറ്റബിളാണോ വേണ്ടത് നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സവാളയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ചിക്കനും നന്നായിട്ടൊന്ന് വെന്ത് വരണ വരെ നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ഇടിച്ച മുളക്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സാക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്സിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു അടിപൊളി ഫില്ലിംഗ് ആണ് കേട്ടോ ഇത്. ഒരു ക്രീമി ആയിട്ടുള്ള, അതേപോലെ തന്നെ നല്ല ചീസിയായി എരിവൊന്നും അധികം ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഫില്ലിംഗ് ആണിത്. ഇത് ഏതൊരു സ്നാക്സിൻ്റെ ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. അതേപോലെ തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഇനിയിപ്പോൾ ഞാൻ 1 കപ്പിൽ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പാല് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളമായാലും കുഴപ്പമില്ല. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ച് ഒന്ന് ക്രീമി ടെക്സ്ചറിൽ ആക്കിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു തിക്നെസ്സിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഇതേപോലെ നല്ല തിക്കായിട്ട് വരും കേട്ടോ നമ്മുടെ ഗ്രേവി. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/2 കഷ്ണം ക്യാപ്സിക്കം ചെറുതാക്കി കട്ടാക്കിയത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് വെജിറ്റബിളാണോ ഉള്ളത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാരറ്റോ ക്യാബേജോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിനുണ്ടാവും. ഇനിയിപ്പോൾ ഞാനിതിനകത്തേക്ക് ചീസ് സ്ലൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ മൊസറല്ല ചീസാണ് ഉള്ളതെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് ഇത് നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല
അടിപൊളി ടേസ്റ്റുള്ള ക്രീമി ആയിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച പൊടി നന്നായിട്ട് പൊങ്ങി വന്നോ നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ടാണ് നമ്മൾ കുഴക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതേപോലെ നമുക്ക് നല്ല റെഡി ആയിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണിത്. ഇനിയിപ്പോൾ നമുക്കൊരു 8 ചിക്കൻ ബണ്ണ് ആണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഒരു 8 കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സിമ്പിളായിട്ട് കറക്റ്റ് അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് 8 അല്ല അതിൽ കൂടുതലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ ഡബിൾ പൊടിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കുറച്ച് എണ്ണ കയ്യിൽ പുരട്ടിയതിന് ശേഷം ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അധികം ഓയിലൊന്നും വേണ്ടാത്ത ഒരു സ്നാക്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഹെൽത്തിയാണ്. റംസാനിലേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അധികം വർക്കൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ ഇത് കുട്ടികൾക്കും അതേപോലെ തന്നെ മുതിർന്നവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ഈ ഒരു ഫില്ലിങ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അടിഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ മൈദ ആയതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അടിഭാഗം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് വെന്ത് വരുന്ന സമയത്ത് വിണ്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഓരോ ബോൾസും ഇതേപോലെ ഫില്ലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരേ അളവിലാണ് നമ്മൾ ഇത് ഫില്ല് ചെയ്ത് വെച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരേ ഷേപ്പിൽ ബോൾസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒരു പ്ലേറ്റിൽ ഇതേപോലെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 5 മിനിറ്റ് വരെ നമുക്ക് മുകളിലൊന്ന് ഓയിൽ സ്പ്രെഡ് ആക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബോൾസ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി കിട്ടും. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ഒരു 2, 3 അല്ലെങ്കിൽ 5 മിനിറ്റ് വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു മുട്ടയുടെ മഞ്ഞ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു യെല്ലോ കളറ് ഗോൾഡൻ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുട്ടയുടെ മഞ്ഞ ഇതിനകത്ത് സ്പ്രെഡാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു ഗോൾഡൻ യെല്ലോ കളറിൽ നമുക്ക് ബണ്ണ് കിട്ടും. അപ്പോൾ അതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിലും റെഡിയാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് ഇതിൽ പറയുന്ന പോലെ നല്ല കറക്റ്റായിട്ട് നമ്മൾ ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ ബേക്കറിയിൽ നിന്നും കിട്ടുന്നതിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഞാനൊരു ഡെക്കറേഷനിക്ക് വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെളുത്ത എള്ള് നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറുത്ത എള്ളായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ മല്ലിയില വേണമെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം, നമ്മുടെ ഇഷ്ടമാണ്, ഓപ്ഷണലാണ്. ഇപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എയർ ഫ്രയറിലാണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് സ്റ്റവിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 15 മിനിറ്റ് ടൈം മതിയാകും ബേക്ക് ചെയ്തെടുക്കാൻ. അധികം ഓയിലിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് പൊങ്ങി ബേക്ക് ചെയ്ത് വരും. ഇപ്പോൾ ഞാൻ 160 ഡിഗ്രിയിൽ 15 മിനിറ്റ് ടൈമറിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. ഓവനിൽ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ്റെ ബണ്ണ് ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല അടിപൊളി റെസിപ്പിയാണ്. റംസാൻ്റെ ടൈമിലാണെങ്കിൽ നമുക്ക് അധികം ഓയിലൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു അടിപൊളി സ്നാക്സാണ്. കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുണ്ടാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.